നമസ്കാരം സുഹൃത്തുക്കളെ. ഈ കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ചും കോൺഗ്രസ് മുന്നണിയിലുള്ള മുസ്ലിം ലീഗുകാരൊക്കെ ഒരുപാട് തമിഴ് സിനിമ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയൊക്കെ കാണുന്നവരാണ് എന്ന് തോന്നുന്നു. അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പേജുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. തെലുങ്ക് നടന്മാരെ പോലെ അല്ലെങ്കിൽ തമിഴ് നടന്മാരെ പോലെ എന്തോ അതിമാനുഷികമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയും പുതിയ ആഭ്യന്തരമന്ത്രിയൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലാണ് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ട് വരുന്നത്. ഏതൊരു പുതിയ മന്ത്രിസഭ വരുമ്പോഴും പുതിയ മുഖ്യമന്ത്രി വരുമ്പോഴും ആദ്യത്തെ കുറച്ച് ദിവസം ഹണിമൂൺ പീരീഡ് എന്ന് പറഞ്ഞ പോലെയാണ്. അവർ എന്ത് ചെയ്താലും അതിനോട് ഒപ്പം ജനങ്ങൾ നിൽക്കും. ആദ്യം തുടക്കത്തിൽ കുറച്ച് നാടിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന തരത്തിലുള്ള പദ്ധതികളും മറ്റുമൊക്കെ ആയിരിക്കും അവർ പ്രഖ്യാപിക്കുന്നത്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് തനി ഗുണം പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തു അധികം ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ, അതായത് ഒരാഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ പഴയപടിയാണ് എന്നാണ് ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുൻപിരുന്ന മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ പഴി കേട്ടത് അദ്ദേഹത്തിൻ്റെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണവും മറ്റും വെച്ചിട്ടാണ്. ഏതാണ്ട് 40ഓളം വാഹനങ്ങളിൽ, അതും കറുത്ത ഇന്നോവയും പിന്നെ കറുത്ത കിയ വണ്ടിയുമൊക്കെയാണ് പഴി കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ 40ഓളം വാഹനങ്ങളിലാണ് പോകുന്നത്. എന്തിനാണ് ഈ മനുഷ്യന് ഇത്രയേറെ സെക്യൂരിറ്റി, അതിന് മാത്രം എന്ത് ഭീഷണിയാണുള്ളത് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു. പക്ഷേ പുതിയ മുഖ്യമന്ത്രി വന്നിട്ടും കാര്യങ്ങളൊന്നും മറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കാണേണ്ടത്. ഒരുപക്ഷെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസം ഏതാനും വാഹനങ്ങളുമായിട്ട് മാത്രം പോകുന്ന വീഡിയോ സെഷനെ നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ നോക്കൂ, 19 വാഹനം വരെ എണ്ണാൻ സാധിക്കുന്നുണ്ട്. അതായത് പിണറായി വിജയൻ്റെ കാര്യത്തിൽ അത് 40 വാഹനങ്ങളായിരുന്നെങ്കിൽ ഏതാണ്ട് പകുതിയോളം ആക്കിയിരിക്കുന്നു വീഡിയോ സെഷൻ്റെ. പക്ഷേ തുടക്കത്തിലെ ഇങ്ങനെയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എണ്ണം കൂടാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ സാധ്യത. പക്ഷേ അതൊക്കെ പോട്ടെ, ഒരുപക്ഷെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ ഏജൻസികൾ കൊടുക്കുന്ന മുന്നറിയിപ്പ് അത് വകവെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വീഡിയോ സെഷനും ഇതിന് അനുവദിച്ചിരിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനം നമുക്കറിയാവുന്നത് ഒരു രാജ്യവുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമല്ല. കുറേ അങ്ങോട്ട് മാറി കടലിലായിട്ട് ശ്രീലങ്ക കിടപ്പുണ്ട്. പക്ഷേ ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിന് വലിയ ഭീഷണിയൊന്നും നിലവിലില്ല. ഉണ്ടെങ്കിലും നമുക്കത് ഒരു വിഷയമല്ല. കാരണം ശ്രീലങ്ക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തണ്ടീം തരമായിട്ടുള്ളൊരു രാജ്യമേ അല്ല. പാകിസ്ഥാൻ്റെ അതിർത്തി നമ്മൾ പങ്കിടുന്നില്ല, ബംഗ്ലാദേശിൻ്റെ അതിർത്തിയില്ല, ചൈനയുടെ അതിർത്തി കേരളം പങ്കിടുന്നില്ല. എന്നിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഒരു ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഏത് ഭാഗത്തു നിന്നാണ് ഇത്രയേറെ ഭീഷണിയുള്ളത്? അത് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിട്ടിരുന്നു കൊണ്ട് കുറച്ച് മാവോയിസ്റ്റ് വേട്ട നടത്തുകയും ഏതാനും മാവോയിസ്റ്റുകളെ കൊല്ലുകയും ചെയ്തു. തണ്ടർബോൾട്ട് എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക സേനാ വിഭാഗം തന്നെ ഇവരെ വേട്ടയാടാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആളുകളിൽ നിന്ന് പിണറായി വിജയന് ഭീഷണി ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ 40ഓളം വാഹനങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായി വന്നത്. എന്നാൽ വീഡിയോ സെഷൻ കയറിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. അപ്പോൾ ആൾ മാറിയിട്ടും ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നും ചെയ്യുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കനത്ത സുരക്ഷ തന്നെ കൊടുക്കുന്നു എന്ന് വരുമ്പോൾ വ്യക്തികൾക്കല്ല, ആ സ്ഥാനത്ത് ആര് വരുന്നോ അവർക്കുള്ള സുരക്ഷയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആൾക്ക്, അത് ആരും ആയിക്കോട്ടെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BJP-കാരനായിക്കോട്ടെ, ആരാണെങ്കിലും ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് നേരെ വൻ ഭീഷണിയുണ്ട്, വധഭീഷണി അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയൻ മാറി വീഡിയോ സെഷൻ വന്നപ്പോഴും ഈ അകമ്പടി വാഹനങ്ങൾക്കും സുരക്ഷാ ക്രമീകരണങ്ങൾക്കും യാതൊരു കുറവും വരുന്നില്ല എങ്കിൽ മറ്റെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ എന്ത് ഭീഷണിയാണ് കേരള മുഖ്യമന്ത്രിക്ക് നേരെയുള്ളത് എന്ന് മാത്രം ഇവരാരും പറയുന്നില്ല. നമ്മളോടൊന്നും പറയാൻ പറ്റാത്ത എന്ത് തരം ഭീഷണിയാണുള്ളത്? ഈ ആഗോള വ്യാപകമായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണിയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് വോട്ടിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണല്ലോ. അല്ലാതെ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ചൈനയിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ഒന്നും കേരളത്തിന് ഭീഷണിയില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇത്രയേറെ സുരക്ഷാ ക്രമീകരണങ്ങൾ?